ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ പായസമാണ് കേട്ടോ. അപ്പോൾ ഓണൊക്കെ ഇങ്ങ് എത്താറായി. അപ്പോൾ നമുക്ക് ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക പ്രഥമൻ തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ചക്ക പായസം തയ്യാറാക്കുന്നത് വരട്ടി വെച്ചിട്ടുള്ള ചക്ക വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ അപ്പോൾ വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ പായസ പരിപാടി കഴിയും. അപ്പോൾ അത് ശർക്കര ഇതുപോലെ ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്കയുടെ മധുരത്തിനനുസരിച്ചുള്ള ശർക്കര നമ്മൾ ഇതുപോലെ ആദ്യം ഉരുക്കിയെടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ വരട്ടി വെച്ചിട്ടുള്ള ചക്കയിൽ നിന്ന് ഒരു അരക്കപ്പോളം ചക്ക വരട്ടിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉടച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കാണുന്ന പോലെയല്ല, അപ്പോൾ ഇത് നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിത് നെയ്യൊക്കെ കുറച്ച് ചേർത്തിട്ട് വരട്ടി വെച്ചതായിരുന്നു. അപ്പോൾ ഇത് വരട്ടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 4-5 മാസമൊക്കെ ആയിട്ടോ. അപ്പോൾ ഒരു കേടും പറ്റിയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ വരട്ടാത്ത ചക്കയാണെങ്കിൽ നമ്മളത് വേവിച്ചിട്ട് ഇതുപോലെ വരട്ടിയതിന് ശേഷം വേണം കേട്ടോ പായസം തയ്യാറാക്കാൻ. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ശർക്കര പാനിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക വരട്ടിയതും ശർക്കര പാനിയൊക്കെ ഇവിടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് ഒന്നങ്ങ് തിക്കാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മളിവിടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1.5 തേങ്ങയുടെ പാലാണ് കേട്ടോ ഇത്. 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്ക നമ്മൾ അടിയിൽ പിടിക്കുന്നത് ശ്രദ്ധിക്കണം. ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ഏകദേശം തിക്കായൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ 2-ാം പാലൊക്കെ ഇതിൽ യോജിച്ച് നന്നായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ 2-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ പായസം ഇതാ നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് തിക്കായൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ 1-ാം പാൽ ഒഴിച്ച് കൊടുത്താൽ പിന്നെ അധിക നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്ര തിക്കായാൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചൂടായി പായസം ഇവിടെ നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചെടുത്തതും അതുപോലെ 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പായസത്തിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യൊന്ന് ഉരുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇല്ലെങ്കിലും നമ്മൾ നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്ത് ഈ ഒരു ശർക്കര പായസത്തിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്ത് ശർക്കര പായസത്തിൽ കടിക്കാൻ ഇഷ്ടമുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചക്കയൊക്കെ വരട്ടി വെച്ചതുണ്ടെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്ന് പായസം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു പായസത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.